ഞാൻ ഇതുപോലെ ഇതിനു മുമ്പ് സംസാരിച്ചിട്ടുണ്ട്. നിങ്ങളെടുത്ത് നോക്കുക, നിങ്ങളുടെ ആർക്കൈവ്സ് എടുത്ത് നോക്കുക. പാലക്കാട്ടെ തെരഞ്ഞെടുപ്പ് ഈ പറയുന്ന വിവാദങ്ങളുടെ കൊടുമ്പിരികളായിരുന്നല്ലോ. പക്ഷെ അത് കൊടുമ്പിരി കൊള്ളുമ്പോഴും ജനങ്ങൾക്കിടയിൽ യഥാർത്ഥ ചർച്ച എന്താ? ആ ചർച്ചയിലേക്ക് കാര്യങ്ങൾ നീക്കാൻ ഞങ്ങൾക്ക് പറ്റും. അതാണ് നിലവിലെ പൊളിറ്റിക്കൽ സിറ്റുവേഷൻ. ഇതൊരു പൊളിറ്റിക്കൽ ഫൈറ്റാണ്. ആൻഡ് വി ആർ ഗോയിങ് ടു വിൻ ദിസ് ഫോർ ഷുവർ. ഇത് ഞങ്ങൾ ജയിക്കാൻ തന്നെ വേണ്ടി മത്സരിക്കുന്ന തെരഞ്ഞെടുപ്പാണെന്ന് എല്ലാവർക്കും അറിയാം. ഞങ്ങൾ ഒരു യൂണിറ്റായി ഒറ്റക്കെട്ടായിട്ട് അതിൻ്റെ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നു. ഇനിയുള്ള ദിവസങ്ങളിൽ രാഷ്ട്രീയമായിട്ട് കൂടുതൽ കാര്യങ്ങൾ ഉയർന്നു വരട്ടെ. LDF സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചതിനു പിന്നാലെ നിലമ്പൂരിൽ തിരഞ്ഞെടുപ്പ് ചൂട് കൂടി. ഇപ്പോഴും PV അൻവർ ഒരു ചോദ്യചിഹ്നമായി നിൽക്കുകയാണെന്ന് മാത്രം. കറിവേപ്പില എന്ന് പരാമർശിച്ച മുഖ്യനെ അംഗീകരിച്ച് സംസാരിച്ചതിന്റെ യുക്തി വ്യക്തമല്ല. എന്നിരുന്നാലും കാത്തിരിപ്പിലാണ് PV അൻവർ. കഴിവുകളെ ഊറ്റിയെടുത്തു കളഞ്ഞു എന്ന പ്രയോഗവും PV അൻവർ നടത്തിയിട്ടുണ്ട്. പിണറായിയുടെ ഭരണത്തിന്റെ പരാജയങ്ങൾ ജനങ്ങൾ മനസ്സിലാക്കിയെന്നും ഇടതുപക്ഷം ഇതിലൂടെ തിരിച്ചറിയുമെന്നും എതിർ സ്ഥാനാർത്ഥി ഇല്ലെന്ന് പ്രതീക്ഷിച്ചിട്ടല്ല ഞങ്ങൾ മത്സരത്തിനിറങ്ങിയതെന്നും കോൺഗ്രസ് നേതാക്കൾ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷം പ്രതികരിച്ചിരുന്നു. നിലവിൽ ആര്യാടൻ ഷൗക്കത്തിന് വിജയം ഉറപ്പിച്ചിടത്ത് BJP വോട്ടും സ്വരാജിന് ഒഴുകുമെന്നത് തീർച്ചയാണ്. 2016 തിരഞ്ഞെടുപ്പിൽ 12,284 വോട്ട് നേടിയ BJP 2021 8,595 വോട്ടാണ് നേടിയത്. വോട്ടിൽ മാറ്റമുണ്ട്. ഇത് PV അൻവറിന് പോയ വോട്ടുകളായിരുന്നു ബാക്കി. ഇനി സ്വരാജിന് എന്ത് കിട്ടുമെന്ന് കണ്ടറിയാം. അല്ല, ഈ തെരഞ്ഞെടുപ്പിൽ എതിർ സ്ഥാനാർത്ഥി ഉണ്ടാവില്ല എന്ന് വിചാരിച്ചിട്ട് മത്സരത്തിന് ഇറങ്ങിയ ആളുകളല്ല ഞങ്ങൾ. എതിർ സ്ഥാനാർത്ഥി ഉണ്ടാവും, എതിർ സ്ഥാനാർത്ഥിയുടെ മത്സരമൊക്കെ ഉണ്ടാവും. അതിനെല്ലാം അതിജീവിക്കാൻ കഴിയാവുന്ന രാഷ്ട്രീയ സവിശേഷതകൾ നിലമ്പൂരിലും കേരളത്തിലും ഉണ്ട്. എതിരാളി ഉണ്ടാവില്ല എന്ന് വിചാരിച്ചിട്ട് ഈ തെരഞ്ഞെടുപ്പ് ജയിക്കാമെന്ന് ആഗ്രഹിച്ചവരല്ല. ഏത് എതിരാളി വന്നാലും ഈ തെരഞ്ഞെടുപ്പ് ജയിക്കാൻ കഴിയുമെന്നുള്ള തികഞ്ഞ ശുഭാപ്തി വിശ്വാസത്തിലും ആത്മവിശ്വാസത്തിലും തന്നെയാണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൻ്റെ മുന്നൊരുക്കങ്ങൾ നടത്തിയത്. ഞങ്ങൾ സ്ഥാനാർത്ഥി നിർണയം നടത്തിയതിന് ശേഷം ഞങ്ങളുടെ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നു. അത് ഗ്രൗണ്ട് ലെവലിലേക്ക് ഞങ്ങൾ ഇറങ്ങി തുടങ്ങി. ഞങ്ങൾക്ക് ഇവിടുത്തെ ജനങ്ങളുടെ ഫീഡ്ബാക്ക് കിട്ടുന്നുണ്ട്. കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്ന റിസൾട്ട് ഇവിടെ ഉണ്ടാവും. ഞാൻ ചോദിക്കുന്ന ഈ തെരഞ്ഞെടുപ്പിൽ ഇനി ചർച്ച ചെയ്യാൻ പോകുന്നത് ഇപ്പോഴെങ്കിലും ഒരു പൊളിറ്റിക്കൽ ഫൈറ്റിലേക്ക് കാര്യങ്ങളെ പറ്റിയുള്ള ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ, ചോദിക്കാൻ തുടങ്ങിയല്ലോ അറ്റ്ലീസ്റ്റ്. ഞാൻ ചോദിക്കുന്ന ഈ കേരളത്തിലെ ആശാ വർക്കർമാർ നടത്തുന്ന സമരത്തിൻ്റെ അവസ്ഥ എന്താ? അത് ഈ നിലമ്പൂരിലെ ജനങ്ങൾ ചിന്തിക്കില്ല എന്നാണ് നിങ്ങൾ കരുതുന്നത്? അവർ മഴയും വെയിലും ഏറ്റ് നടത്തുന്ന ജാഥ, അവരെ സെക്രട്ടേറിയറ്റിന് മുമ്പിലെ സമരം ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ചയാവില്ല എന്നാണ് നിങ്ങൾ കരുതുന്നത്? ഈ വിവാദങ്ങളൊക്കെ ആവും തെരഞ്ഞെടുപ്പിൽ ചർച്ച എന്ന് പാലക്കാട്ടെ തെരഞ്ഞെടുപ്പിലും പലരും പ്രവചിച്ചിരുന്നു. എന്നിട്ട് എന്താ അവസാനം റിസൾട്ട് വന്നപ്പോൾ ഒരു പൊളിറ്റിക്കൽ ഫൈറ്റ് നടന്നാൽ അതിൻ്റെ ഏറ്റവും വലിയ ഗുണം UDFനാണ് കിട്ടാൻ പോകുന്നത്. കാരണം രാഷ്ട്രീയ സാഹചര്യം പൂർണ്ണമായും UDFന് അനുകൂലമാണ്. ഈ നിലമ്പൂരിൻ്റെ ഓരോ മുക്കിനും മൂലയ്ക്കും അറിയാവുന്ന സ്ഥാനാർത്ഥിയാണ് ഞങ്ങളുടെ സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച് ഞങ്ങൾക്ക് ക്ലാരിറ്റി ഉണ്ട്. കൃത്യമായിട്ടുള്ള റിസൾട്ട് കൊണ്ടുവരാൻ കഴിയാവുന്ന രാഷ്ട്രീയ സാഹചര്യം ഇവിടെയുണ്ട്. ഇനി ഈ നാട്ടിലെ പാചക തൊഴിലാളികളുടെ അവസ്ഥ എന്താ? മുഖ്യമന്ത്രിയും കുടുംബവും ഉൾപ്പെടെയുള്ള ആളുകൾ നേരിടുന്ന അഴിമതി ആരോപണങ്ങൾ, CPMൻ്റെ പ്രവർത്തകർക്ക് പോലും അംഗീകരിക്കാൻ കഴിയാത്ത അഴിമതി ആരോപണങ്ങൾ നാട്ടിലുണ്ടാവുക. വലിയ അവകാശവാദ വ്യഗ്രതയിൽ കെട്ടിപ്പൊക്കിയ സാധനങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ ഇടിഞ്ഞു പൊളിഞ്ഞു വീഴുകയാണ്. കേന്ദ്രവും സംസ്ഥാനവും ഒക്കെ ദുർബലമായി പോകുന്ന ജനങ്ങളുടെ മുമ്പിൽ പറയാൻ മറുപടി ഇല്ലാത്ത തരത്തിൽ ഏറ്റവും വലിയ അച്ചീവ്മെൻ്റ് ആയിട്ട് ചൂണ്ടിക്കാണിക്കപ്പെട്ടിരുന്ന ദേശീയവാദയുടെ അവസ്ഥ പോലും ഒരു പുതിയ റീൽസ് ഇടാൻ പറ്റാത്ത തരത്തിലേക്ക് കാര്യങ്ങൾ മാറുകയാണ്. അപ്പം അതൊക്കെ വിലയിരുത്തി വോട്ട് ചെയ്യാൻ കാത്തിരിക്കുന്ന ജനങ്ങളുടെ, നിലമ്പൂരിലെ ജനങ്ങളുടെ രാഷ്ട്രീയ ബോധത്തിലും കേരളത്തിലെ ജനങ്ങൾ കാത്തിരിക്കുന്ന റിസൾട്ട് നിലമ്പൂരിൽ നിന്നുണ്ടാവുമെന്നുള്ള ഉറപ്പിലും ഞങ്ങൾക്കൊരു ആത്മവിശ്വാസക്കുറവുമില്ല. ഞങ്ങൾ ഞങ്ങളുടെ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നു. സ്ഥാനാർത്ഥി ഉണ്ടാവട്ടെ, എല്ലാവരും സ്ഥാനാർത്ഥി, മറ്റവരും സ്ഥാനാർത്ഥിയെ നിർത്തട്ടെ. അതൊക്കെ അതിൻ്റെ വഴിക്ക് അവരുടെ സ്ഥാനാർത്ഥി ആരാണെന്ന് തീരുമാനിക്കാനുള്ള എല്ലാ സ്വാതന്ത്ര്യം അവർക്കുണ്ട്. ഇതിന് മുമ്പ് നിങ്ങൾ ചോദിച്ചപ്പോഴും ഞങ്ങൾ പറഞ്ഞിട്ടുള്ളത് അത് തന്നെയാണ്. അതങ്ങനെ നടക്കട്ടെ. ഫസ്റ്റ് ചോയ്സ് സ്ഥാനാർത്ഥി ഇതായിരുന്നോ എന്നുള്ളത് അവരുടെ ഇത്രയും കാലത്തെ സെർച്ച് എഞ്ചിൻ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മളോട് പറയുന്നുണ്ട്. അതൊക്കെ അവരുടെ ഇഷ്ടം, അവരുടെ സ്ഥാനാർത്ഥി ആരാണെന്ന് അവർക്ക് തീരുമാനിക്കാം. അതിപ്പം പിന്നെ പാലക്കാട് മത്സരിച്ചപ്പോൾ സരിൻ്റെ അവകാശവാദങ്ങളൊക്കെ ഇതിനേക്കാളും വലിയ അപ്പുറത്തായിരുന്നു. മൊത്തം UDF അങ്ങോട്ടേക്ക് പോകണം നിങ്ങളുൾപ്പെടെ വാർത്ത കൊടുത്തത്. എല്ലാ ദിവസവും രാവിലെ പത്രസമ്മേളനം നടത്തിയിട്ട് ഒരു പ്രാധാന്യമില്ലാത്ത ആളുകൾക്ക് പോലും 1 മണിക്കൂർ ലൈവ് കൊടുത്തിട്ട് ഇത് മുഴുവൻ തീർന്നേ എന്ന് പറഞ്ഞിട്ടാണ്. ആ പാലക്കാട് നിയോജകമണ്ഡലത്തിൽ ഇതുവരെ ഇല്ലാത്ത ഭൂരിപക്ഷത്തിനാണ് അവസാനം അവിടുത്തെ ജനങ്ങൾ ഞങ്ങൾ ജയിപ്പിച്ചത്. ജനങ്ങൾ ആഗ്രഹിക്കുന്ന വിജയം UDFൻ്റേതാണ്. അതാണ് പൊളിറ്റിക്സിൽ പ്രധാനം. ആരെയും മോശമായിട്ടോ വിലകുറച്ച് കണ്ടിട്ടോ ഒന്നുമല്ല. ഇവിടുത്തെ രാഷ്ട്രീയ സാഹചര്യം, ഈ ഭരണം മൂലം ഇതൊന്നും മാറണമെന്ന് ആഗ്രഹിക്കാത്ത CPMകാർ പോലും ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അത് ഏറ്റവും കൂടുതൽ പ്രതിഫലിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പായിരിക്കും നിലമ്പൂരിൽ ഉണ്ടാവാൻ പോകുന്നത്.
അല്ല, അതും തൃപ്പൂണിത്തറയിൽ തന്നെ ഉയർത്തി കാണിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. അതൊക്കെ അവരെന്താണോ ഉയർത്തി കാണിക്കേണ്ടതെന്നൊക്കെ അവർ ഉയർത്തി കാണിച്ചോട്ടെ. തൃപ്പൂണിത്തറയിൽ പിന്നെ അദ്ദേഹം മത്സരിച്ചല്ലോ. അതൊക്കെ അവരുടെ രാഷ്ട്രീയം എന്തായിരിക്കണം, അവരെന്താണോ ഉയർത്തി കാണിക്കുന്നതൊക്കെ അവർ തീരുമാനിച്ചോട്ടെ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്താ, ജനങ്ങളുടെ പ്രശ്നങ്ങൾ കൃത്യമായി ഞങ്ങൾ ഉയർത്തി കാണിക്കും. ഇപ്പോഴും തലക്കെട്ടുകളും ഫ്ലാഷ് ന്യൂസുകളും ചർച്ചകളും ബഹളങ്ങളും വിവാദങ്ങളും ഒക്കെയാണ്. പക്ഷേ ജനങ്ങളുടെ ഇടയിൽ ചർച്ച അതല്ല. ഞങ്ങൾ ആ ചർച്ചയിലാണ് കോൺസെൻട്രേറ്റ് ചെയ്യണത്. ഞാൻ ഇതുപോലെ ഇതിനു മുമ്പ് സംസാരിച്ചിട്ടുണ്ട്. നിങ്ങൾ എടുത്ത് നോക്കുക, നിങ്ങളുടെ ആർക്കൈവ്സ് എടുത്ത് നോക്കുക. പാലക്കാട്ടെ തെരഞ്ഞെടുപ്പ് ഈ പറയുന്ന വിവാദങ്ങളുടെ കൊടുമ്പിരികളായിരുന്നല്ലോ. പക്ഷെ അത് കൊടുമ്പിരി കൊള്ളുമ്പോഴും ജനങ്ങൾക്കിടയിൽ യഥാർത്ഥ ചർച്ച എന്താ, ആ ചർച്ചയിലേക്ക് കാര്യങ്ങൾ നീക്കാൻ ഞങ്ങൾക്ക് പറ്റും. അതാണ് നിലവിലെ പൊളിറ്റിക്കൽ സിറ്റുവേഷൻ. ഇതൊരു പൊളിറ്റിക്കൽ ഫൈറ്റാണ് ആൻഡ് വി ആർ ഗോയിങ് ടു വിൻ ദിസ് ഫോർ ഷുവർ. ഇത് ഞങ്ങൾ ജയിക്കാൻ തന്നെ വേണ്ടി മത്സരിക്കുന്ന തെരഞ്ഞെടുപ്പാണെന്ന് എല്ലാവർക്കും അറിയാം. ഞങ്ങൾ ഒരു യൂണിറ്റായി ഒറ്റക്കെട്ടായിട്ട് അതിൻ്റെ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നു. ഇനിയുള്ള ദിവസങ്ങളിൽ രാഷ്ട്രീയമായിട്ട് കൂടുതൽ കാര്യങ്ങൾ ഉയർന്നു വരട്ടെ. ഈ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നതിന് മുമ്പുണ്ടായതിൽ അപ്പുറം വലിയ പ്രതിസന്ധി ഇപ്പോൾ പുതിയ സ്ഥാനാർത്ഥി വരുന്ന LDF-ന് പാർട്ടി ചിഹ്നത്തിലുള്ള സ്ഥാനാർത്ഥിയാണ്. ഒപ്പം തന്നെ അന്നൂറുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയാതെ മുന്നോട്ട് പോകുന്നു. നിലവിൽ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സിറ്റുവേഷൻ ആണോ UDF-ന് ഇപ്പോൾ കൂടുതൽ പ്രതിസന്ധിയല്ലേ? അതെങ്ങനെ ഞങ്ങൾക്ക് പ്രതിസന്ധി ആവുന്നത്? ഞങ്ങളിപ്പോൾ ആ ഘടകങ്ങളൊക്കെ പരിശോധിച്ചിട്ട് അതൊക്കെ ആലോചിച്ചിട്ട് ഞങ്ങളുടെ സ്ഥാനാർത്ഥി നിർണ്ണയം പോലും നീട്ടിക്കൊണ്ടുപോയിട്ടില്ലല്ലോ. ഞങ്ങൾ കോൺഫിഡൻ്റ് ആയിരുന്നു സ്ഥാനാർത്ഥിയെ നിർണ്ണയിക്കാൻ, അതിൻ്റെ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകാൻ. പിന്നെ എതിരാളി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കും എന്ന് പറഞ്ഞ തെരഞ്ഞെടുപ്പിൽ ആരെങ്കിലും വീട്ടിലിരിക്കുമോ? എതിരാളി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കില്ല എന്ന് വിചാരിച്ചിട്ടാണോ തെരഞ്ഞെടുപ്പ്? പിന്നെ തെരഞ്ഞെടുപ്പ് വേണ്ടല്ലോ. അല്ല, ഞങ്ങൾ അങ്ങനെ ഒരു സെറ്റിൽമെൻറ്റിലല്ല. ഞങ്ങളുടെ പൊളിറ്റിക്സ് വളരെ ക്ലിയർ ആയിട്ട് ഞങ്ങളുടെ നേതാക്കന്മാർ പറഞ്ഞല്ലോ. UDF-ൻ്റെ ജയം ഇവിടുത്തെ ജനത ആഗ്രഹിക്കുന്നു. അത് നിലമ്പൂരിലെ ജനങ്ങൾ മാത്രമല്ല, കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നു. ഞങ്ങളുടെ അസസ്മെൻ്റ് അതാണ്. അപ്പോൾ അതുമായിട്ട് ചേർന്ന് നിൽക്കുന്ന ആരെയും ഞങ്ങൾ നിസ്സഹകരിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഇപ്പോൾ UDF ഒരു സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുന്നു. ആ സ്ഥാനാർത്ഥിയും UDF പറയുന്ന രാഷ്ട്രീയത്തെ അംഗീകരിക്കുന്ന ആരുമായിട്ട് നിസ്സഹകരിക്കാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല. അത് സഹകരിക്കണോ വേണ്ടേ എന്നുള്ളതൊക്കെ അവർ തീരുമാനിച്ചറിയിക്കുന്ന ഉചിതമായ തീരുമാനം ഉണ്ടാകുന്ന UDF നേതൃത്വം കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞല്ലോ. അല്ല, ജയം തോൽവിയും ജനങ്ങളല്ലേ തീരുമാനിക്കുന്നത്. ആ ജനങ്ങൾ ഞങ്ങൾക്ക് അനുകൂലമാണ് എന്നുള്ള തിരിച്ചറിവ് ഞങ്ങൾക്ക് ഗ്രൗണ്ടിൽ നിന്ന് കിട്ടുന്നുണ്ട്. അതാണ് സാഹചര്യം. അപ്പോൾ ആ ജനങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിൽ എല്ലാവരും നിലപാടെടുക്കണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. UDF-ൻ്റെ ജയം ജനങ്ങൾ ആഗ്രഹിക്കുന്നു. ഇപ്പോൾ ഈ നിലമ്പൂരിൽ തന്നെ ഇപ്പം വന്യമൃഗ ആക്രമണങ്ങളുടെ കാര്യം ഒരു എക്സാമ്പിൾ ഞാൻ എടുക്കും. നിങ്ങൾ ഈ പറയുന്ന സിറ്റുവേഷൻ പറയുന്നുണ്ടല്ലോ, സ്ഥാനാർത്ഥികൾ വന്നോട്ടെ, പക്ഷേ ജനങ്ങളുടെ മുമ്പിലുള്ള പ്രശ്നങ്ങൾ മാറുന്നുണ്ടോ? അതിനല്ലേ മാറ്റം വരേണ്ടത്. അത് മാറ്റം വരുത്തുമെന്നുള്ള ഉറപ്പാണ്. ഇപ്പോൾ ഗവൺമെൻറ്റിൻ്റെ കാലയളവ് കഴിയുന്നതിൻ്റെ തലേ ദിവസം എഴുന്നേറ്റിട്ട് വന്യമൃഗ ആക്രമണങ്ങളെ ചെറുക്കണമെന്ന് തോന്നൽ തുടങ്ങി നിലമ്പൂർ ഇലക്ഷൻ മുൻകൂട്ടി കണ്ടിട്ട് നടത്തുന്ന പ്രഖ്യാപനങ്ങൾ ഒഴികെ ഈ കഴിഞ്ഞ 9-10 വർഷം കൊണ്ട് എന്താ ചെയ്തതെന്നുള്ള ചോദ്യം അത് പ്രസക്തമായിട്ട് നിൽക്കുകയല്ലേ. ഇവിടെ വലിയ ലാൻഡ് സ്ലൈഡ് ഉണ്ടായി, കവളപ്പാറയിൽ ഉൾപ്പെടെയുള്ള ദുരന്തങ്ങളുണ്ടായി. അവിടുത്തെ ജനങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾക്ക് അതിന് അറുതി വരുത്താൻ അവർ നടത്തേണ്ടി വന്ന കാത്തിരിപ്പ് ഇപ്പോഴും ലൈവായിട്ട് ജനങ്ങളുടെ മുമ്പിൽ നിൽക്കുകയല്ലേ. ഒരു ജനങ്ങൾ നേരിടുന്ന പ്രതിസന്ധിയും ജനകീയ വിഷയങ്ങളും മറഞ്ഞു പോവില്ല. അതൊക്കെ തന്നെ ഉയർത്തി തെരഞ്ഞെടുപ്പിനെ ഞങ്ങൾ നേരിടും. തികഞ്ഞ ആത്മവിശ്വാസമുണ്ട്. തെല്ലു അഹങ്കാരമില്ലാതെ പറയുന്നു, നിലമ്പൂര് ഞങ്ങൾ തിരിച്ചു പിടിക്കും. അത് കേരളം തിരിച്ചു പിടിക്കാനുള്ള ഞങ്ങളുടെ യാത്രയുടെ പ്രധാനപ്പെട്ട ഒരു ചൂടുമായിരിക്കും. അദ്ദേഹം തീരുമാനിച്ചാൽ അദ്ദേഹത്തിന് ഉണ്ടാവാം, തീർച്ചയായിട്ടും. അല്ല, അത് ഉണ്ടാവില്ല എന്നുള്ളതൊക്കെ ഇനി വരട്ടെ. ജയിക്കാൻ കഴിയുമെന്നുള്ള കാര്യത്തിലുള്ള സംശയങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ ഉയർത്തുന്നില്ല. അദ്ദേഹം UDF-നോടൊപ്പം ഉണ്ടാവാൻ അദ്ദേഹം ആഗ്രഹിച്ച അതിന് ഇവിടുന്ന് ആരും തടസ്സം പറഞ്ഞിട്ടില്ലല്ലോ. UDF സ്ഥാനാർത്ഥി ജയിക്കണമെന്നും UDF ജയിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആരെയും നിസ്സഹകരിപ്പിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. അതൊക്കെ UDF-ൻ്റെ നേതൃത്വം അതിനെപ്പറ്റി കൃത്യമായിട്ട് പറഞ്ഞാണ്. ഇപ്പം ഞാൻ അതിൻ്റെ നിബന്ധനകൾ വെച്ചിട്ടുണ്ടോ ഇല്ലയെന്നുള്ളതൊന്നും ഇപ്പം ഞാൻ പറയേണ്ടതാണല്ലോ. UDF നേതൃത്വം കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്.